ഇന്ത്യയിൽ ജനിച്ചിട്ടോ ഇന്ത്യയിൽ പഠിച്ചിട്ടോ ഇന്ത്യയിൽ എന്ത് ചെയ്തിട്ടും ഒരു കാര്യവുമില്ല. നീയും ഞാനുമൊക്കെ ഇന്ത്യക്കാരനാണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ അത് ബി ജെ പിയുടെ ഇലക്ഷൻ കമ്മീഷനും തീരുമാനിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ ഇന്ത്യക്കാരനല്ല. ഇപ്പോൾ അതാ പ്രകാശ് രാജ് ഇന്ത്യക്കാരനല്ല. പ്രകാശ് രാജിന്റെ വോട്ടവകാശം റദ്ദാക്കി. പ്രകാശ് രാജ് പറയുന്നത് കേൾക്കാം. Dear friends, Satyu, I want to share a joke with you. I am one of the 65 lakh voters whose vote right has been deleted from Bangalore constituency after SIR. Nice joke, no? I was born in this constituency. I lived in this constituency. I had my schooling, college, theatre. And for your kind information, I was an MP candidate of this constituency too. Well, the joke is nice. Game on. Let me see what is the process I have to go through. क्या कागज दिखाना पड़ेगा to get back my voter ID. Well, game on. But one little word. My friend, you can use your powers to deny few of the citizens the right to vote who may not elect you. But can you stop us, my dear friend, from our power of bringing you down? Just asking. Bye. കേട്ടില്ലേ? പ്രകാശ് രാജ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. പ്രകാശ് രാജ് ഇവിടെ ജനിച്ച ആളാണ്. ബാംഗ്ലൂരിൽ പഠിച്ച ആളാണ്. ഇവിടെ ജീവിക്കുന്ന ആളാണ്. എന്തിന്? ലോക്സഭ ഇലക്ഷനിൽ കാൻഡിഡേറ്റ് ആയിട്ട് മത്സരിച്ചിട്ടുണ്ട്. ആ എന്റെ ഇലക്ഷൻ വോട്ടർ അവകാശമാണ് ഇപ്പോൾ നിഷേധിക്കപ്പെട്ടിട്ടുള്ളത്. അതുപോലെ പ്രകാശ് രാജ് പറയുന്നത് 65 ലക്ഷത്തിൽ ഒരാളാണ് ഞാൻ, എന്റെ വോട്ടവകാശവും നിഷേധിക്കപ്പെട്ടിരിക്കുന്നു. നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, ഒരാളുടെ തെറ്റായ തീരുമാനത്തിൽ ഒരു കൂട്ടം ആൾക്കാരുടെ വോട്ടവകാശം റദ്ദാക്കപ്പെടുന്നു. എന്നാൽ ഇനി എന്തൊക്കെ പ്രോസസ്സിലൂടെ ആയിരിക്കും ഈ പൗരന്മാരൊക്കെ പോകേണ്ടി വരിക അവരുടെ വോട്ടിംഗ് റൈറ്റ് തിരിച്ചു ലഭിക്കാൻ വേണ്ടി? അത് തന്നെയാണ് പ്രകാശ് രാജ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഇനി എന്തൊക്കെ ടഫായിട്ടുള്ള പ്രോസസ്സിലൂടെ ആയിരിക്കും ഞാൻ പോകേണ്ടി വരിക എന്നൊരു കാര്യം. അവസാനം പ്രകാശ് രാജ് പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങളെ പിന്തുണയ്ക്കാത്തവരുടെ വോട്ടവകാശം റദ്ദാക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞേക്കും. എന്നാൽ നിങ്ങളെ താഴെ ഇറക്കുന്നതിൽ നിന്നും നിങ്ങൾക്ക് ഞങ്ങളെ തടയാനാകില്ല എന്നാണ് പ്രകാശ് രാജ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. ഇതാണ് അവസ്ഥ. എന്നാൽ ഈ പൗരത്വം അന്വേഷിച്ച് നടക്കുന്ന സർക്കാർ വേറെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? അങ്ങ് ഗുജറാത്തിൽ, അതായത് മോദിയുടെ, നമ്മുടെ പ്രധാനമന്ത്രിയുടെ സ്റ്റേറ്റ്, അവിടുത്തെ സ്കൂളിന്റെ അവസ്ഥ കണ്ടിട്ടുണ്ടോ? ഞാൻ ഒരു വീഡിയോ വെച്ച് തരാം. അതിനു മുൻപായി ഈ SIR ഒക്കെ മുസ്ലിങ്ങൾക്ക് എതിരെയാണ്, അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് ആണ് അത് ബാധിക്കുക കൂടുതലായിട്ടും എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന കുറച്ച് കൃസംഗികളുണ്ട്. അവർക്കുള്ള പണി SIR അല്ല, അവർക്ക് വേറെ പണി വരുന്നുണ്ട്. ആ വീഡിയോ നമുക്കൊന്ന് കാണാം. या तो वो हिंदू धर्म में आए या तो फिर वो हमारे समाज को छोड़ के जाए. हम अपने समाज को गंदा होने नहीं देंगे. हम पूरे ग्रामवासी से निवेदन करते हैं कि हमारे आंदोलन में हमारा साथ दें और हमारे हिंदू धर्म को बचाने के लिए सहयोग करें. कुछ लोग हमारे समाज को जो गंदा कर रहे हैं उसे रोके, धर्म परिवर्तन ना करे, ना करने दे. कुछ लोग समाज में धर्म परिवर्तन करके हमारे समाज को गंदा कर रहे हैं. हमारे गांव में मंदिर छोड़ के आज चर्च बन रहा है, कल मस्जिद बनेगा. इस तरह से हमारा गांव खराब हो जाएगा. हमारे गांव में सिर्फ हिंदू थे और सिर्फ हिंदू रहेंगे. हम किसी क्रिश्चियन को बराबर नहीं देंगे, ना किसी क्रिश्चियन को बढ़ने देंगे. ना हम किसी मुस्लिम को मानते हैं, ना हम किसी क्रिश्चियन को मानते हैं. हम सनातनी हैं, हम सनातन धर्म को मानते हैं, हम हिंदू हैं. ഒന്നുമില്ല, ഇത്രയേ ഉള്ളൂ. അതായത് ആ സൊസൈറ്റിയിലുള്ള ഹിന്ദുക്കളൊക്കെ വിളിച്ചു കൂട്ടുകയാണ് ഹിന്ദുവിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്, അതായത് ഈ ഒരു മതത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. ഇത്രേ പറയുന്നുള്ളൂ. ഇവിടെ ക്രിസ്ത്യനും വേണ്ട, മുസ്ലിമും വേണ്ട. അതായത് ആദ്യം ക്രിസ്ത്യനെ ഓടിക്കുക, ക്രിസ്ത്യനെ അടുപ്പിക്കരുത്, റിലീജിയസ് കൺവേർഷൻ നടത്താൻ സമ്മതിക്കരുത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞു വെക്കുന്നത്. ഇപ്പോൾ ടെമ്പിളിന് പകരം, അതായത് അമ്പലത്തിന് പകരം ചേർച്ചസ് ആണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനി കുറച്ചു ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മാറി
മോസ്ക് പള്ളികളാവും എന്നൊക്കെയാണ് ഇവർ പറഞ്ഞു കൂട്ടുന്നത്. അതായത് ഓരോരുത്തായിട്ട് തുടങ്ങിയിട്ടുണ്ട്, ചെറുതായിട്ടല്ല, 2-3 വർഷങ്ങളായിട്ട് നമുക്ക് തന്നെ അറിയാം, വലുതായിട്ട് തന്നെ തുടങ്ങിയിട്ടുണ്ട്. ക്രിസ്മസ് ഒന്നും നടത്താൻ പലയിടത്തും സമ്മതിക്കുന്നില്ല. ക്രിസ്മസ് ട്രീസും അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അടിച്ചു തകർത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പല വീഡിയോസും കണ്ടതാണ്. പക്ഷേ ഈ ക്രിസ്ത്യാനികൾ ഇപ്പോഴും സംഘികളുടെ പുറകെ നടന്നുകൊണ്ടിരിക്കും. ഇവന്മാരാണെങ്കിലോ തിരിഞ്ഞ് കുത്തിക്കൊണ്ടേയിരിക്കുന്നു, എന്നിട്ടും പഠിക്കില്ല. എന്ത് ചെയ്യാനാണ്? ഇനി നമ്മളുടെ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ഇപ്പോഴത്തെ ഗവൺമെന്റ് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? PR വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു, അല്ലെ? PR വർക്ക് ചെയ്തു എവിടം വരെ എത്തി എന്നറിയാമോ? ഈ വീഡിയോ കാണാം. കണ്ടില്ലേ, ഹനുമാൻ ചാലിസിയാണ്. അതിൽ പോലും PR വർക്കുമായി മോദി സർക്കാർ എത്തിയിരിക്കുന്നു. അതായത് മോദിയുടെ PR ടീം അവിടെ വരെ എത്തിയിരിക്കുന്നു. ഇനി ഈ സർക്കാരും ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള ചില പ്രൊഡക്ട്സ് ഉണ്ട്. ആ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് കുറെ ബുദ്ധിയും വിവരവും ഇല്ലാത്ത കുറെ മനുഷ്യജന്മങ്ങളെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഈ വീഡിയോ കണ്ടോളൂ. ഒന്നുമില്ല, ഓൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ വാട്സപ്പിന്റെ ലോഗോ പച്ചയാണ്, അപ്പോൾ അത് മുസ്ലിങ്ങൾക്കാണ്, അത് ഭയങ്കര ഡേഞ്ചറാണ് എന്നൊരു കാര്യമേ പറയുന്നുള്ളൂ. അതായത് അത്രയും ആലോചിക്കാനുള്ള വിവരവും ബോധമൊന്നും ഇപ്പോൾ ഉള്ള ഇമാതിരി സാധനങ്ങൾക്ക്, അതായത് ഗവൺമെന്റിന്റെ പ്രൊഡക്ട്സിന് ഇല്ലാതായി പോയിട്ടുണ്ട്. കണ്ടല്ലോ, വേൾഡ് ക്ലാസ് ഫെസിലിറ്റീസ് ഉള്ള ഇന്റർനാഷണൽ മോഡൽ ആയിട്ടുള്ള ഗുജറാത്തിലെ ഒരു സ്കൂളിന്റെ അവസ്ഥയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടിട്ടുള്ളത്. സൂറത്തിലാണ് ശ്രീ ശക്തൽ ഹിന്ദി വിദ്യാലയ. അപ്പം ഈ ഒരു റിപ്പോർട്ടർ പോയിന്റ് ഔട്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഈ ഒരു ബിൽഡിംഗ് ക്ലാസ് റൂം എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കണ്ടീഷനിലാണ് ഉള്ളത്. ഒന്നാമത് ഡോറില്ല, ജനലില്ല, അതുപോലെ ഈ മതിലൊക്കെ ഏതാണ്ട് പൊട്ടിപ്പൊളിയാനായിട്ടുണ്ട്. അതുപോലെ അതിൽ നിന്നും അയൺ റോഡ്സ് ഒക്കെ, അതായത് കമ്പിയൊക്കെ പുറത്ത് തള്ളി നിൽക്കുന്നുണ്ട്. അതൊക്കെ സേഫ്റ്റി ഇഷ്യൂ ആണ്. ബേസിക് ആയിട്ടുള്ള സേഫ്റ്റി ഇഷ്യൂസ് പോലും അവിടെ, അതായത് ബേസിക് ആയിട്ടുള്ള സേഫ്റ്റി പ്രിക്യൂർമെന്റ്സ് ഒന്നും അവിടെ ഇല്ല. അങ്ങനെയുള്ള കണ്ടീഷനിലാണ് അവിടുത്തെ സ്കൂളിന്റെ അവസ്ഥ ഉള്ളത്. ഓക്കെ, ക്ലാസ് റൂമിന്റെ. അതുപോലെ വാഷ്റൂമിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് പൊളിഞ്ഞു വീണ് കുറെയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ പൊട്ടിപ്പൊടിഞ്ഞ കല്ലും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നിറച്ചിരിക്കുന്നു. ഒരു ബാത്റൂമാണ് മെയിൻലി ഉള്ളത്. അതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോയ്സും ഗേൾസും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ആ സ്കൂളിലെ ബോയ്സും ഗേൾസും എല്ലാവരും ഒരുമിച്ചാണ് അവിടെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഒറ്റൊന്നേ ഉള്ളൂ, അതും ഏകദേശം പാർഷ്യലി പറയുന്നത് പൊളിഞ്ഞിട്ടുണ്ട്. അതിനോടൊപ്പം സ്റ്റോറേജ് ഫെസിലിറ്റി ആക്കി മാറ്റിയിട്ടുണ്ട് എന്നാണ് ആ ബാത്റൂം. ഓക്കെ, അതുപോലെ പ്രിൻസിപ്പലിനോട് ഇതിന്റെ കാര്യങ്ങളൊക്കെ ബേസിക് ക്വസ്റ്റ്യൻസ് ചോദിച്ചപ്പോൾ, അതായത് ഈ സ്കൂളിന്റെ ട്രസ്റ്റി ആരാണ്, അയാളുടെ പേരെന്താണ്, സ്കൂൾ ബിൽഡിംഗ് എന്താണ്, ഇങ്ങനെ ഒരു കണ്ടീഷൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇപ്പോഴും, അതായത് കുട്ടികൾ, അതായത് അവിടെ സ്റ്റഡീസ് അവിടെ സ്കൂളിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഒരു കണ്ടീഷനിലും, ആ സ്കൂൾ പൊട്ടിപ്പൊളിയാനായിട്ട് ആ അവസ്ഥയിലായിട്ടും ഇപ്പോഴും സ്കൂൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എന്തുകൊണ്ടാണെന്നാണ് ഇവർ ചോദിക്കുന്നത്. പക്ഷേ ഇവർ അവസാനം പറയുന്നത് പ്രിൻസിപ്പൾ യാതൊരു തരത്തിലുള്ള ഇൻഫർമേഷൻസോ അല്ലെങ്കിൽ അക്കൗണ്ടബിലിറ്റിയോ കാണിക്കുന്നില്ല. കാരണം ഒരു റിപ്ലൈയും അതിനെക്കുറിച്ച് കൊടുത്തിട്ടില്ല. അപ്പോൾ